കായംകുളം നഗരസഭ ചേരാവള്ളി നോർത്ത് 26-ാം വാർഡിൽ വിജയിച്ച സ്വതന്ത്രൻ നുജുമുദ്ദീൻ ആലുമൂട്ടിൽ വെറുമൊരു സ്വതന്ത്രൻ മാത്രമല്ല, വ്യാപാരി സമൂഹത്തിന്റെ പ്രതിനിധി, വ്യാപാരി സംഘടനാ നേതാവ്, രാജ്യം മുഴുവൻ ചർച്ചാ വിഷയമായ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനം നടത്തുന്നതിന് നേതൃത്വം വഹിച്ച ജമാഅത്ത് പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം നുജുമുദ്ദീൻ ശ്രദ്ധേയനാണ്. കായംകുളം നഗരസഭ 26-ാം വാർഡ് ശ്രദ്ധേയമാകുന്നത് അവിടെ ജയിച്ച സ്വതന്ത്രനുമായി ബന്ധപ്പെട്ടാണ്. പ്രശസ്തനായ സ്വതന്ത്രൻ എന്ന് പറയാവുന്ന മുൻ വ്യാപാരി സംഘടനാ നേതാവും വ്യാപാര പ്രമുഖനുമായ നുജുമുദ്ദീൻ ആലുമൂട്ടിലാണ് ഇവിടെ വിജയിച്ചത്. ഡിവൈഎഫ്ഐ നേതാവായ അഖിലിനെയാണ് നുജുമുദ്ദീൻ തോൽപ്പിച്ചത്. ഇവിടെ UDF സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്ത് എത്തി. പോൾ ചെയ്തതിന്റെ 60% വോട്ട് നേടിയാണ് നുജുമുദ്ദീൻ വിജയിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന നുജുമുദ്ദീൻ കായംകുളത്തും ചാരുമൂട്ടിലും വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ചേരാവള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കൂടിയാണ് നുജുമുദ്ദീൻ. നുജുമുദ്ദീന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ നിർധന ഹിന്ദു യുവതിയുടെ വിവാഹം ഹിന്ദു മതാചാരപ്രകാരം നടത്തിയത് രാജ്യമാകെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നഗരത്തിന്റെ വികസന ഉന്നതിക്കായി രാഷ്ട്രീയേതര ബന്ധമുള്ള ആൾക്കാർ വരണമെന്ന സഹൃദയരുടെ താൽപര്യമാണ് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതിന് പ്രേരിപ്പിച്ചതെന്ന് നുജുമുദ്ദീൻ പറഞ്ഞു. വ്യാപാരികൾക്ക് പ്രാധാന്യമുള്ള പുരാതന വാണിജ്യ നഗരമാണ് കായംകുളം. വ്യാപാരി സമൂഹത്തിന്റെ പ്രതിനിധിയായി തനിക്ക് കൌൺസിലിൽ എത്താൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. വ്യാപാരികളുടെ ഭാഗത്തു നിന്നുകൊണ്ടും വികസന പ്രവർത്തനങ്ങളെ നോക്കിക്കാണാനും വ്യാപാരികളുടെ കാഴ്ചപ്പാട് നാടിന്റെ ക്ഷേമത്തിന് ഉപയോഗിക്കാനും തനിക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പട്ടണത്തിന്റെ പൊതുവായ വികസനത്തിനും പ്രത്യേകിച്ച് ചേരാവള്ളി പ്രദേശത്തിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രദേശവാസികൾ എന്നെ തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നമ്മുടെ നഗരസഭയുടെ ഭരണം വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള പട്ടണങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ പിന്നോട്ടാണ് നമ്മൾ നയിച്ചിട്ടുള്ളത്. ഒരു പുതിയ മാറ്റം, ഒരു പുതിയ തുടക്കം പുതിയ ഭരണസമിതിക്ക് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്. എന്നെ സംബന്ധിച്ച് പറയുവാനാണെങ്കിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി നമ്മുടെ പട്ടണത്തിലെ പൊതുരംഗത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികൾ ഈ എന്നോട് സ്വതന്ത്രനായി മത്സരിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടത്. അവരുടെ തീരുമാനം വളരെ നല്ലതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്റെ പ്രദേശവാസികൾ എന്നോട് നൽകിയ വാഗ്ദാനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മറ്റു ചിന്തകൾക്ക് അതീതമായി അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായം കണക്കിലെടുത്താണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ എനിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ പ്രാധാന്യമായി ഞാൻ കാണുന്നത്. നമ്മുടെ നഗരസഭയിൽ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. നമുക്കറിയാം, നിരന്തരമായി ഉണ്ടാകുന്ന മാലിന്യ വിഷയങ്ങൾ, സാധാരണക്കാരന്റെ ദൈനംദിന വിഷയങ്ങൾ, പട്ടണത്തിൽ കുന്നുകൂടുന്ന മാലിന്യ കൂമ്പാരങ്ങൾ, അതിലുപരി ഗതാഗത യോഗ്യമല്ലാത്ത 100 കണക്കിന് റോഡുകൾ, ഇതെല്ലാത്തിനും മാറ്റം ഉണ്ടാകണം. മാറ്റം അനിവാര്യമാണ്. കാലത്തിനനുസരിച്ച് നമ്മുടെ പട്ടണവും മാറണം. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമാണ് കായംകുളം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന തെക്കൻ മേഖലയിലെ ഏറ്റവും വലിയ പട്ടണം കായംകുളമാണ്. ഇന്ന് ആ പട്ടണത്തിന്റെ അവസ്ഥ എന്താണ്? കോവിഡ് കാലഘട്ടം വരെ ഇങ്ങോട്ട് പരിശോധിച്ചാൽ അതിന്റെ 50% ബിസിനസ്സാണ് കായംകുളം പട്ടണത്തിൽ നിന്നും മറ്റു പട്ടണങ്ങളിലേക്ക് മാറിക്കൊണ്ടിരുന്നത്. ഇതിനെല്ലാം ഇവിടുത്തെ കെടുകാര്യസ്ഥതയാണ്, ഭരണ നേതൃത്വങ്ങളുടെ കെടുകാര്യസ്ഥതയാണ്. അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കായംകുളം നഗരസഭയിലെ അധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു സത്യം. അത്തരം കാര്യങ്ങളിൽ പട്ടണത്തിന്റെ പൊതുവായ വികസനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിയോടൊപ്പം അത് കക്ഷി രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. എല്ലാവരോടും ചേർന്ന് നിന്നുകൊണ്ട് പട്ടണത്തിന്റെ പൊതുവായ വികസനത്തിന് ഒപ്പം എന്നെ തെരഞ്ഞെടുത്ത ചേരാവള്ളി പ്രദേശത്തെ പ്രത്യേകിച്ച് 26-ാം വാർഡിലെ എന്റെ സംവിധായകരോടുള്ള കടപ്പാടും എല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഞാൻ നയിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ജഗദീശ്വരൻ അനുവദിക്കട്ടെ എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ എനിക്ക് എന്റെ കായംകുളത്തെ നിവാസികളോട് പറയാനുള്ളത്. അതേസമയം നുജുമുദ്ദീന്റെ കാര്യത്തിൽ മറ്റൊരു കൗതുകവും കൂടിയുണ്ട്. നഗരസഭാ കൌൺസിലിലേക്ക് സഹോദരന്മാർ വിജയിച്ചു എന്നതാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ളത്. പുതുക്കുളങ്ങര 22-ാം വാർഡിൽ UDF വേണ്ടി മത്സരിച്ച യു മുഹമ്മദ് നുജുമുദ്ദീന്റെ സഹോദരനാണ്. യു മുഹമ്മദ് നഗരസഭാ മുൻ വൈസ് ചെയർമാനാണ്. നുജുമുദ്ദീന്റെ ഭാര്യ സൈറ നുജുമുദ്ദീൻ നഗരസഭാ ചെയർപേഴ്സണായി പ്രവർത്തിച്ചിട്ടുണ്ട്. സൈറ നുജുമുദ്ദീൻ 2005 മുതൽ 2015 വരെ കൌൺസിലറായിരുന്നു. ഇതിൽ 2013-2014 കാലത്ത് ചെയർപേഴ്സണായി പ്രവർത്തിച്ചു. ഫാറൂൺ, ഹനാൻ, അജിലാൻ, ഹൈസ എന്നിവരാണ് നുജുമുദ്ദീന്റെ മക്കൾ. CDNet ന്യൂസ്, കായംകുളം.